ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു ദ കേരള സീരീസ്. അങ്ങനെ വീക്കെൻഡ് സീരീസ് ഫ്രം കേരള ഇവിടെ എൻഡ് ആവുക കേട്ടോ. ഞാൻ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം ഓൾറെഡി ജർമ്മനിയിലായിരിക്കും. ഞങ്ങളുടെ അച്ഛൻ്റെ തറവാട്ടിൽ നാഗത്താമാരുടെ അമ്പലമുണ്ട് കേട്ടോ. തറവാട്ടിൽ അപ്പച്ചിയാണ് താമസിക്കുന്നത്. അപ്പച്ചിയാണ് അമ്പലത്തിൻ്റെ കാര്യങ്ങളും പൂജാ കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തുന്നത്. ഞങ്ങൾ എപ്പോൾ വന്നാലും അമ്പലത്തിലെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം ലവീനയും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ ഡൽഹിയിലല്ലേ സെറ്റിൽഡ്. നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ റിച്വൽസ് ഒക്കെ ഫോളോ ചെയ്യുന്നത്. ഇതാണ് ശംഭു, എൻ്റെ കസിൻ്റെ മോനാണ്, അപ്പച്ചിയുടെ മോളുടെ മോനാണ് കേട്ടോ. അവൻ അടിപൊളിയായിട്ട് കുത്തിയോട്ടമൊക്കെ ചെയ്യും. അവൻ്റെ കുത്തിയോട്ടം അരങ്ങേറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നൊരു ദിവസം ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെന്താണ്, ഇതിന് ശേഷം അതേ ദിവസം വൈകിട്ട് ഞങ്ങൾ മമ്മീനെയും കൊണ്ട് ചെറിയൊരു ഔട്ടിങ്ങിന് ആലപ്പുഴ ബീച്ചിൽ പോയിട്ടോ. അമ്മയുടെ കൂടെ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ടൈം ഒത്തിരി സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് അച്ഛൻ്റെ കൂടെ ആയിരുന്നു മാക്സിമം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത്. പോരുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു ഞാനും എൻ്റെ ബ്രദറും മമ്മീനെയും കൊണ്ട് ആലപ്പുഴ ബീച്ചിൽ ഒരു ഷോർട്ട് ഔട്ടിങ്ങിന് പോയത്. അമ്മയ്ക്ക് ഒരു ചെറിയ ബ്രേക്കൊക്കെ വേണ്ടേ. എപ്പോഴെങ്കിലും ഞങ്ങൾ ചെല്ലുമ്പോഴായിരിക്കും അമ്മ ഇങ്ങനെ കാത്തിരിക്കുന്നത്, ഒന്ന് പുറത്തൊക്കെ പോയി കറങ്ങി ഒന്ന് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ലൈഫ് ഒരേ കൂട്ട് എപ്പോഴും ഇരിക്കില്ലല്ലോ അല്ലേ. എപ്പോഴെങ്കിലും ദുഃഖങ്ങളും വേണ്ടേ, എന്നാലല്ലേ നമ്മൾ സന്തോഷത്തിൻ്റെ വാല്യൂ അറിയുള്ളൂ. ഞങ്ങളുടെ അച്ഛൻ ഹോസ്പിറ്റലായിട്ട് കുറേ നാളായി. അച്ഛൻ COPD പേഷ്യൻ്റ് ആണ് കേട്ടോ. അച്ഛന് വയ്യാത്തയും കൊണ്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമാണ് അച്ഛൻ ഞങ്ങളുടെ കൂടെ എങ്ങും വരാത്തതിന്. കുറേ ആളുകൾ എൻ്റെ അടുത്ത് വീഡിയോയിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അച്ഛനെ നിങ്ങളുടെ വീഡിയോയിലൊന്നും കാണാറില്ലല്ലോ, എപ്പോഴും അമ്മയുടെ കൂടാണോ സഞ്ചാരമെന്ന്. അതെ, എൻ്റെ അച്ഛന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അച്ഛൻ ഒരു COPD പേഷ്യൻ്റ് ആയതുകൊണ്ട് അച്ഛൻ എപ്പോഴും ഓക്സിജൻ കോൺസെൻട്രേറ്ററിലാണ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് വേറെ സ്റ്റോറി. എല്ലാ മക്കളുടെ കൂട്ട് ഞങ്ങൾക്കും ആഗ്രഹമാണ് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തന്നെ നിൽക്കണമെന്ന്. ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പലയിടത്തായിട്ട് സെറ്റിലായത്. എന്ത് ചെയ്യാനാ, അതും ഒരു ലൈഫ് അല്ലേ. എൻ്റെ ലൈഫിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മയാണ്. എനിക്ക് തോന്നുന്നില്ല ഇതുകൂട്ട് ആർക്കും മാനേജ് ചെയ്യാൻ പറ്റുമെന്ന്. ഷീ ഈസ് സോ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഓൾസോ ഫൈനാൻഷ്യലി സ്റ്റേബിൾ. അമ്മ വർക്കിംഗ് ആയിരുന്നു കേട്ടോ. അമ്മയ്ക്ക് നല്ല കഴിവും അറിവും ഒക്കെ ഉണ്ട്. അമ്മയുടെ കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത് തന്നെയല്ല, അച്ഛൻ്റെ കാര്യങ്ങളും കൂടെ നല്ല സ്മാർട്ട്നെസ് ആയിട്ടാണ് നോക്കുന്നത്. അമ്മയ്ക്കുള്ള മെഡിസിൻ്റെ അറിവുകൾ ഞങ്ങൾക്ക് പോലും ഇല്ല. ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അച്ഛന് കൊടുക്കുന്ന മരുന്ന് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അമ്മേനോട് വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദാറ്റ് സ്മാർട്ട് ഷീ ഈസ്. ഷീ നോസ് ഇൻ ആൻഡ് ഔട്ട് എവറിത്തിങ്. അച്ഛൻ്റെ കാര്യം, സ്വന്തം കാര്യം, വീട്ടിൻ്റെ കാര്യം, ഞങ്ങളുടെ കാര്യങ്ങൾ എല്ലാം അമ്മയാണ് നോക്കുന്നത്. നമുക്ക് ലൈഫിൽ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടൂലല്ലോ അല്ലേ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ബിക്കം സോ ഈസി അല്ലേ. വൺ വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ വാട്ട് ഐ ഹവ് ലേൺ റീസെൻ്റ്ലി ഇസ് ഫാമിലി ബോണ്ടിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് വെരി വെരി മീനിങ് ഫുൾ ഇൻ ദ ലൈഫ്. പണ്ടത്തെ കൂട്ട് ഒരു വീട്ടിൽ 5-6 മക്കളൊന്നും ഇല്ലല്ലോ. ഭയങ്കര ന്യൂക്ലിയർ ഫാമിലി അല്ലേ ഇപ്പോൾ. 1-2 പേരായിരിക്കും ചിലപ്പം വീട്ടിൽ കുട്ടികളായിട്ടുള്ളത്. അതേ കൂട്ട് ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ ബ്രദറും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടും 2 സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അച്ഛനും അമ്മയും വീട്ടിൽ തന്നെ. അവരുടെ സ്വന്തം ഇഷ്ടത്തിനാണ് നാട്ടിൽ സെറ്റിലായത്. ഡൽഹിയിൽ വർഷങ്ങളോളം ജോലി ചെയ്തതിന് ശേഷമാണ് അവർക്ക് നാട്ടിൽ സ്വന്തം മണ്ണിൽ വീട് കെട്ടി താമസിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ സെറ്റിലായത്. പക്ഷേ ഒറ്റൊരു ഗിൽറ്റി ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ ഞങ്ങളുടെ പേരൻസിൻ്റെ കൂടെ ഇല്ല. അവർ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുവാണ് ഗൈസ്. നാട്ടിൽ നിന്നുള്ള വിശേഷങ്ങൾ ഇത്ര തന്നെ. ഇനിയും പുതിയ വിശേഷങ്ങളും വീക്കെൻഡ് വ്ളോഗ്സും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ.